2012 ഒരു ബോംബ് സ്ഫോടനം നടന്നു. പൂനെയിലെ ജംഗ്ലി മഹാരാജ് റോഡിൽ ആണ് ഈ സീരിയൽ ബോംബ് സ്ഫോടനം നടന്നത്. ഈ ബോംബ് സ്ഫോടന കേസിലെ പ്രതികൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സുഖമായി സമൂഹത്തിനിടയിൽ ജീവിക്കുകയാണ്. അന്ന് കോൺഗ്രസ് സർക്കാരാണ് ഭരിച്ചത്. തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയായ അസ്ലം ഷബീർ ഷെയ്ഖ് എന്ന ബണ്ടി ജഹാംഗീർദാർ, അയാൾക്കിപ്പോൾ 52 വയസ്സുണ്ട്. ഇയാളിപ്പോൾ എവിടെയാണ്? ഇയാൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് മഹാരാഷ്ട്ര അഹല്യാനഗർ ജില്ലയിലെ ശ്രീരാംപൂരിൽ ഇരിക്കവേ വെടിയേറ്റു മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ശ്രീരാംപൂരിലെ 2-ാം വാർഡിൽ താമസിക്കുന്ന ജഹാംഗീർദാർ നിലവിൽ ജാമ്യത്തിലായിരുന്നു. ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ശ്രീരാംപൂരിലെ ഒരു ശ്മശാനത്തിൽ നിന്ന് ഇരുചക്ര വാഹനത്തിൽ ജഹാംഗീർദാർ പുറത്തേക്ക് വരുമ്പോൾ ഉച്ചയ്ക്ക് 2:15 അജ്ഞാതരായിട്ടുള്ള ആളുകൾ 2 പിസ്റ്റലുകൾ ഉപയോഗിച്ച് ഇയാൾക്ക് നേരെ വെടിയുതിർത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് ഉടനെ തന്നെ പല ആൾക്കാരും ഓടിക്കൂടി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വെടിയേറ്റ് ജഹാംഗീർദാർ ഉടനെ തന്നെ നിലത്ത് വീണു. ആക്രമികൾ മോട്ടോർ സൈക്കിളിലാണ് വന്നത്. മോട്ടോർ സൈക്കിൾ ഓടിച്ചവർ രക്ഷപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം അവിടെ കുതിച്ചെത്തി. ജഹാംഗീർദാറിൻ്റെ ആദ്യം ശ്രീരാംപൂരിലെ സഖർ കാങ്കർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അയാൾ മരണപ്പെട്ടു. ജഹാംഗീർദാർ ആശുപത്രിയിൽ വെച്ച് മരിച്ചതായിട്ടാണ് അഹല്യാനഗർ പോലീസ് സൂപ്രണ്ട് സോമനാഥ് ഖാർഗെ സ്ഥിരീകരിച്ചത്. ആക്രമികളെ പക്ഷേ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പ്രഥമ ദൃഷ്ട്യാ 2 പേർ വെടിയുതിർത്തതായി സംശയിക്കുന്നു. കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യം സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. വ്യത്യസ്ത സാധ്യതകളാണ് പരിശോധിച്ചു വരുന്നതെന്നും ഖാർഗെ പറഞ്ഞിട്ടുണ്ട്. ശ്രീരാംപൂർ പോലീസ് സ്റ്റേഷനിൽ കൊലപാതകത്തിന് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആക്രമികളെക്കുറിച്ച് സൂചന ലഭിക്കുന്നതിനായി പോലീസ് ചില സ്ഥലങ്ങളിലെ CCTV ക്യാമറകൾ പരിശോധിക്കുന്നുണ്ട്. ഇത് പരിശോധിച്ചപ്പോൾ 2 പ്രതികളുടെയും അവരുടെ മോട്ടോർ സൈക്കിളിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെയും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. പ്രതികളെ തിരച്ചിൽ നടത്താൻ പോലീസ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. മുൻവൈരാഗ്യം മൂലമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ ജഹാംഗീർദാറിനെ കൊലപ്പെടുത്തിയതെന്ന് അറിയാനാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് ജഹാംഗീർദാർ ഒരു കുപ്രസിദ്ധ കുറ്റവാളിയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അനധികൃത മണൽ വ്യാപാരം മുതൽ കൊള്ളയടിക്കൽ, കൊലപാതകം, തീവ്രവാദം അങ്ങനെയുള്ള സകല കാര്യങ്ങളിലും ഇയാൾ അഗ്രഗണ്യനായിരുന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇയാൾക്ക് എല്ലാ തുറകളിലും ശത്രുക്കളുണ്ട്. അങ്ങനെയുള്ള ശത്രുക്കളിൽ ആരെങ്കിലും ആയിരിക്കും ഇയാളെ കൊലപ്പെടുത്തിയതെന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.